അങ്ങനെ നമ്മുടെ നന്ദു അവിടെ എത്തുകയാണ്. ആ സമയത്ത് എനിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്, എന്തായാലും കല്യാണം മുടക്കാൻ നന്ദു എത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട്, കൃത്യസമയത്ത് ആവന്തിക പരാതിയായിട്ട് വരണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കളി നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ കളി കളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അത്ര ചീപ്പ് കളി കളിക്കാറില്ല, നിങ്ങളുടെ മോൻ്റെ പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയോട് ചൂടാവുണ്ട്. ആ സമയത്ത് നമ്മുടെ അനിയുടെ അമ്മ പറയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ഇപ്പം തന്നെ വന്നാൽ, നിനക്ക് കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ, അതിൻ്റെ മുന്നിൽ എനിക്ക് പരാതി കിട്ടിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ടോ, കല്യാണം മുടക്കാമെന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് കല്യാണ നിശ്ചയം നടത്തരുതെന്ന് പറഞ്ഞിട്ടാണ് പരാതി കിട്ടിയത്, പിന്നെ എങ്ങനെ ഞാൻ ആ സമയത്ത് വരാതിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ആ കറക്റ്റ് ടൈമിന് എത്തിയെന്ന് പറയുന്നത് നമ്മുടെ നന്ദു. എന്തായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അവന്തികയെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ കഴുത്തിൽ എന്തായാലും അനി താലി കെട്ടിയിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയുന്നുണ്ട്, നീ എന്തായാലും ഈ വീട്ടിലെ മരുവളായിട്ട് നീ ജീവിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദുവിനാണെങ്കിൽ വല്ലാത്ത വിഷമാവുണ്ട്, നമ്മുടെ അനിക്കാണെങ്കിൽ അതിലേക്കേറെ വിഷമാവുണ്ട്. രണ്ടാളും വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.